ഒരു ചക്ക കിട്ടിയാൽ അത് 2 ഐറ്റം എന്തായാലും ഉണ്ടാക്കും കേട്ടോ. ഒരു പകുതി എടുത്തിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി. ഇന്നിപ്പോൾ നമ്മൾ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. ചക്കേൻ്റെ പുറത്തുള്ള തോലൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം അതിൻ്റെ നടുവിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൂടെ ഒഴിവാക്കണേ. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്ര മാത്രം മതി കേട്ടോ. കാശ്മീരി ചേർത്താൽ കുറച്ചും കൂടെ ഒക്കെ ഒരു കളർ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം വെച്ചോ, എന്നാലേ ഒന്ന് വെന്ത് സെറ്റായി കിട്ടുള്ളൂ. നമ്മൾ കല്ലുപ്പാണ്, ഞങ്ങൾ അധികം ഫുഡിലും കല്ലുപ്പാണ് കേട്ടോ ചേർക്കുക. ചക്കേൻ്റെ വേവിനനുസരിച്ച് വേണം ഇത് വേവിച്ചെടുക്കാനേ, അല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ഒന്നിങ്ങ് ആവി കയറി വരുമ്പോൾ തന്നെ ഇതൊന്ന് സെറ്റായി വരും. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഇട്ടപ്പോഴേ കുറേ അങ്ങിട്ട് പോയി. പിന്നെ ഉമ്മച്ചി വന്നിട്ടാണ് കുറച്ചിട്ടാലേ ഇതൊന്ന് പൊരിഞ്ഞ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് കുറച്ചിട്ടിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്രൈ ആയിട്ട് വരണം, നല്ല മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇങ്ങനെ കുറേ ഇട്ട് കഴിഞ്ഞാൽ ഇത് അധികം ഇങ്ങനെ പൊരിഞ്ഞ് കിട്ടില്ല, അപ്പോൾ ആ ഒരു ടേസ്റ്റിലേക്ക് വരില്ല. അപ്പോൾ അതായത് കണ്ടോ, ഇതുപോലെ ഇട്ടാലാണ് നമുക്ക് ആ പൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. മീനൊക്കെ ഇല്ലാത്ത സമയത്ത് ചക്ക കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.